പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ച് മണിയുടെ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. സമരം KPCC വൈസ് പ്രസിഡന്റ് VJ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിലും ആശാവർക്കർമാരുടെ സമരത്തോടുള്ള പിണറായി ഗവൺമെന്റിന്റെ അവഗണനയിലും പ്രതിഷേധിച്ചാണ് മണിയുടെ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചത്. സമരം KPCC വൈസ് പ്രസിഡന്റ് VJ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. നടത്തുന്ന ഈ തിന്മ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ, ഒരു മുന്നണി എന്നുള്ള രീതിയിൽ ഇതിനെ ചോദ്യം ചെയ്യാതെ മുന്നോട്ട് പോകുന്നതും രാഷ്ട്രീയമായ ഭൂഷണമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിരന്തരമായി ഈ സമരങ്ങളുമായി രംഗത്തുള്ളത്. മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന് നേതൃത്വമുള്ള സമരം, അവരുടെ പോഷക സംഘടനയുടെ നേതൃത്വമുള്ള സമരം, ഓരോ ഘടകകക്ഷികളുടെയും പങ്കായിട്ടുള്ള സമരം, അങ്ങനെ സമരങ്ങളുടെ ഒരു പെരുമഴാണ് നമ്മുടെ സംസ്ഥാനത്ത് UDF-ന് കാഴ്ചവെക്കേണ്ടി വരും. പക്ഷെ അതുകൊണ്ട് പ്രതിപക്ഷം അവരെ കണ്ടു നോക്കുമെന്ന് വിശ്വസിക്കുന്നു. മണ്ഡലം UDF ചെയർമാൻ MP ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. ഇപ്പോൾ ഹാസ്യത്തിന്റെ മുഖംമൂടി ധരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഈ ഭരണം നിലനിർത്തിക്കൊണ്ട് പോകണം. അതിന്റെ പ്രയോജനം പാർട്ടിക്കാർക്ക് മാത്രമായിരിക്കണം. സാധാരണക്കാരായ ജനങ്ങൾക്ക്, അധ്വാനിക്കുന്നവർക്കെല്ലാം എല്ലാവരും രോഗിക്കുന്ന പരിപാടികളുമായി പിണറായി സർക്കാർ മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. അതിന്റെ ഒരു ഘട്ടമായിട്ടുള്ള പരിപാടിയാണ് പഞ്ചായത്തിന്റെ സംബന്ധിച്ചുള്ള ഫണ്ട് വർദ്ധിപ്പിക്കൽ. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തിയ സമരത്തിൽ ജോണി അരീക്കാട്ടിൽ, DCC ജനറൽ സെക്രട്ടറിമാരായ CA ഷാജി, KR പ്രദീപ് കുമാർ, KK സോമൻ, KR ജയകുമാർ, PC ജോസ്, MA ഷാജി, PS ജോബ്, VJ ജോസഫ്, പോൾ വർഗീസ്, ജയ സോമൻ, എൽദോ ടോം പോൾ, മോളി തോമസ്, PK പ്രദീപ്, എൽദോ പീറ്റർ, ജോൺ തോമസ്, മറ്റ് UDF മണ്ഡലം ബ്ലോക്ക് നേതാക്കൾ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം എന്ന് വിശേഷിപ്പിക്കേണ്ട സ്ഥിതിയിൽ എത്രയും വേഗം മോചിപ്പിക്കുക എന്നുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇതുപോലെ ഞെരുക്കത്തിലാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വാർഷിക പദ്ധതിയിൽ കൊടുത്ത പണം കെട്ടിച്ചുരുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുക? തനതായ വരുമാനമുള്ള പഞ്ചായത്തുകൾ എന്ന് പറയാനില്ലേ വളരെ ചുരുക്കമാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമാരും അംഗങ്ങളും അതുപോലെ ബ്ലോക്ക് ഭാരവാഹികളും ജില്ലാ തലത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരാണ് ഈ വേദിയിൽ സദസ്സിൽ. ഗവൺമെന്റ് കൊടുക്കുന്ന പണം കൊടുക്കാതെ, സാമ്പത്തിക വിഹിതം കൊടുക്കാതെ എങ്ങനെയാണ് ഇതിന് പ്രവർത്തിക്കാൻ കഴിയുക? നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം എന്താണ്? ഭരണഘടനയുടെ 73, 74 ഭേദഗതി ആദരണീയനായ മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന പരിഷ്കാരം കേരളത്തിൽ ശരിയാണ്. നേരത്തെ അധികാരം വികേന്ദ്രീകരണം എന്നുള്ള പേരിൽ ജില്ലാ കൗൺസിലുകൾക്ക് രൂപം കൊടുത്തിരുന്നില്ല എന്ന് ഞാൻ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പിറവം. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.